ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISLൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ FC ഗോവക്ക് സാധിച്ചിരുന്നു. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് ഒഡീഷ FCയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 29ാമത്തെ മിനിറ്റിൽ ബ്രൈസൺ ഫെർണാണ്ടസ് ഗോവക്ക് ലീഡ് നേടിക്കൊടുത്തു. പിന്നീട് 37ാമത്തെ മിനിറ്റിൽ ഒഡീഷയ്ക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. പക്ഷേ ഡിയഗോ മൗറീഷിയോ അത് പാഴാക്കി. ഗോവയുടെ ഗോൾ കീപ്പർ അത് സേവ് ചെയ്യുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 49ാമത്തെ മിനിറ്റിൽ കോൾഡ്രിങ്ങിന് ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നു. ഇതോടുകൂടി FC ഗോവ 2 ഗോളുകൾക്ക് മുന്നിലായി. അതേസമയം 54ാമത്തെ മിനിറ്റിൽ രാഹുൽ KP ഗോൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് 2-1 എന്ന നിലയിലേക്ക് ഈ മത്സരം മാറിയത്. അതേസമയം ഒഡീഷയുടെ മറ്റൊരു സൂപ്പർ താരമായ അഹമ്മദ് ജാഹുവിന് ഈ മത്സരത്തിന്റെ 73ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കാണേണ്ടി വന്നിട്ടുണ്ട്. അത് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ അഹമ്മദ് ജാഹുവിനെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ISL ചരിത്രത്തിൽ അദ്ദേഹം കളിക്കുന്ന 150ാമത്തെ മത്സരമായിരുന്നു ഇന്നലത്തെ മത്സരം. അതായത് ISL ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ഒരു വിദേശ താരം 150 മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത്. ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കാൻ അഹമ്മദ് ജാഹുവിന് ഇന്നലത്തെ മത്സരത്തോടു കൂടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റെക്കോർഡ് കുറിച്ച മത്സരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ റെഡ് കാർഡ് വഴങ്ങിയിട്ടുള്ളത്. ആദ്യം ഒരു യെല്ലോ കാർഡ് വഴങ്ങി, അതിനുശേഷം അദ്ദേഹം മനഃപൂർവ്വം ഒരു ഹാൻഡ് ബോൾ വഴങ്ങുകയായിരുന്നു. ഇതോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന് 2ാമത്തെ യെല്ലോ കാർഡ് ലഭിക്കുകയും അതുവഴി റെഡ് കാർഡായി മാറുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം റഫറിയോട് ദേഷ്യപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ സീസണിൽ 3ാമത്തെ റെഡ് കാർഡാണ് ഇപ്പോൾ അഹമ്മദ് ജാഹു വഴങ്ങുന്നത്. അതായത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകൾ വഴങ്ങുന്ന താരം എന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ അഹമ്മദ് ജാഹുവിന്റെ പേരിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ FC ഗോവക്കെതിരെയുള്ള മത്സരത്തിലും ഇപ്പോൾ FC ഗോവക്കെതിരെ നടന്ന മത്സരത്തിലും അദ്ദേഹം റെഡ് കാർഡ് വഴങ്ങി. ഗോവക്കെതിരെ 2 മത്സരങ്ങളിലും അദ്ദേഹം റെഡ് കാർഡ് വഴങ്ങി എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ജാഹുവിന്റെ കരിയർ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 28ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം ISLലേക്ക് വന്നത്. നമുക്കറിയാം അദ്ദേഹം മുംബൈ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, FC ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 150 മത്സരങ്ങൾ പൂർത്തിയാക്കി 9 ഗോളുകളും 29 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അഹമ്മദ് ജാഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നത് തീർച്ചയായും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.